ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജൂസ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പൂക്കുല വരകിയതാണ്. നല്ല ഹെൽത്തിയാണ് സംഭവം. അപ്പോൾ എങ്ങനെയാണ് പൂക്കുല വരകിയ ഉണ്ടാക്കാൻ നോക്കുക. അതിനു മുമ്പ് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മളിവിടെ കുറച്ച് പൂക്കളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പൂക്കലെടുത്തിട്ട് അതിൻ്റെ തോടൊന്ന് പൊളിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മൂത്ത ഒന്നെടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം ചേർക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചവർപ്പ് ടേസ്റ്റ് വരും. ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മൂത്ത ഇടരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒന്ന് പൊളിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടതാണത്. ഒന്നുമില്ല, ആ ഒരു കട്ടിയുള്ള ഭാഗം മാത്രമുള്ള, ബാക്കിയൊക്കെ ഇങ്ങനെ പോയിക്കണ്. ഇനി നമുക്കിതൊക്കെ ഉള്ളതൊക്കെ എടുത്ത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. 2 പ്രാവശ്യമാക്കി അടിച്ചതുകൊണ്ടാണ് 2 കളറായി കിടക്കുന്നത്. ഈ പൂക്കുല തെങ്ങ് പൊളിച്ച ഉടനെ തന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ചവർപ്പ് ടേസ്റ്റ് വരും. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. തേങ്ങാപ്പാലിന് നല്ല കട്ടി വേണം കേട്ടോ. ഇനി നമുക്ക് പൂക്കുല മിക്സി അടിച്ചത് ഗ്യാസ്മക്ക് വെക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ആവശ്യത്തിന് എത്ര മധുരം വേണം അത്ര ശർക്കര ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പൂക്കുല ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊണ്ടിരിക്കുക. നമ്മുടെ പൂക്കുല ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനിയൊക്കെ എല്ലാവർക്കും എത്ര കറക്റ്റ് മിക്സായി വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമ്മുടെ പൂക്കുല ചെറുതായി കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പൂക്കുല നന്നായി കട്ടിയാവാനായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നെയ്യൊക്കെ എല്ലായിടത്തും എത്തണ വിധത്തിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ പൂക്കൾ വരയ്ക്കിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇത് സെറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉരുളിയിൽ നിന്ന് എടുത്തിട്ട് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കയ്യിലിട്ടെടുത്തിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇട്ടതിൽ ഒരു പൂക്കുല ചെറിയ മൂത്തതായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു ചവർപ്പുണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.